ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ നേടിയ ഒരു ഭൂരിപക്ഷമുണ്ടല്ലോ, അതും ഷാഫി പറമ്പിൽ ഇപ്പോൾ പെട്ടെന്നാണ് മുരളീധരൻ മാറി ഷാഫി രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഷാഫി പറമ്പലിനെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു തരത്തിലും അത് ബാധിക്കില്ല. എന്ന് മാത്രമല്ല, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ശൈലജ ടീച്ചർക്ക് ഭൂരിപക്ഷം, സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു മട്ടന്നൂർ. അപ്പോൾ കണ്ണൂർ മണ്ഡലത്തിലാണ് മട്ടന്നൂരുള്ളത്. അതിലൊരു ചോദ്യം, എന്തുകൊണ്ട് മട്ടന്നൂർ നിർത്താതെ വടകരയിലെ ടീച്ചറെ മത്സരിപ്പിച്ചു എന്നൊരു ചോദ്യമുണ്ട്. വടകരയിൽ കൊണ്ടുവന്നത് ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുക എന്നതുകൂടി അവരൊരു കണക്കുകൂട്ടലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അടുത്ത ഒരു ഇതിലേക്ക്, ഒരു പക്ഷേ സ്ത്രീ നേതൃത്വത്തിലേക്ക് വരാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് പേരുകളിൽ ഒരു പേരാണ് ടീച്ചർ. അപ്പോൾ അത്തരം ഒരാളുകളുടെയൊക്കെ ഈ ഒരു വടകരയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇടിവ് വലിയ തോതിൽ ബാധിക്കും. ഒരു PR വർക്കിൽ കെട്ടിപ്പൊക്കിയ ഒരു ബിംബം അത് തകരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു കണക്കുകൂട്ടലുള്ളിലുണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടാവുകയാണ്. പിന്നെ അത്രയും ലോകം ആദരിച്ച ആളും അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഒരു നാടിൻ്റെ കാവലായി നിന്ന ഒരു വ്യക്തിയെ, ഒരു പാർട്ടി നേതാവിനെ എന്തുകൊണ്ട് ആ പാർട്ടി തിരിച്ചറിയാതെ പോയി? അതാണൊരു ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാമത് മന്ത്രിസഭയിൽ മന്ത്രിയാക്കി കൊടുത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയല്ല എന്ന് ആ പാർട്ടി നേരത്തെ കണക്ക് കൂട്ടിയതല്ലേ? പിന്നെ എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് ഇപ്പോൾ പറയും? രഹസ്യമായിട്ട് അവരെ പിണറായി വിജയനെ അപമാനിക്കുന്നതും നമ്മൾ കുറച്ച് നാളെ അവരുടെ മാത്രം നവകേരള സദസ്സിൻ്റെ യാത്രയിൽ ടീച്ചറെയും കൂടുതൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് ടീച്ചറുടെ ഭർത്താവിനെ ഉൾപ്പെടെ ഒരു പൊതുവേദിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ ഒരൊറ്റ പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ഒരു വ്യക്തിയുടെ പറയുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണിന്ന്. ഏകാധിപത്യം എവിടെയാണോ നിൽക്കുന്നത്, നമ്മൾ ഇത്തരം വേദികൾ, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരുപക്ഷെ ചില വ്യത്യസ്തമായ ശബ്ദങ്ങൾ ടീച്ചറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതും കൂടെ അവസാനിപ്പിക്കാം എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ വടകര അതിന് കൃത്യമായി മറുപടി കൊടുക്കും. വടകരയിലെ ജനം കോവിഡ് കാലത്തുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഇവിടെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ എല്ലാവിധ കൊള്ളരുതായ്മകളും അഴിമതിയും ജനവിരുദ്ധമായ നടപടികളും അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയെ നിലനിർത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന കാര്യം. ഇന്ത്യ നിലനിൽക്കണം എന്നുള്ള, അടുത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കണമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് ഉള്ള രാഷ്ട്രീയം ഈ മണ്ഡലത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരികയാണ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് തന്നെ എക്സാലോജിക് വിഷയത്തിൽ വീണയ്ക്കെതിരെയുള്ള അന്വേഷണം ED കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കേജ്രിവാളിന് പിന്നാലെ പിണറായി വിജയൻ എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്കതിനെ കൂട്ടി വായിക്കാൻ പറ്റുമോ? അതോ? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഞാനതിനെ കാണുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ ED വന്ന് ഒരുപക്ഷെ BJPക്ക് അനുകൂലമായി അല്ലെ ചില പ്രസ്താവനകളും CPM പറയുന്നതും BJP പറയുന്നതും ഒരേ കാര്യങ്ങളാണ് എന്നതാണ് നാം കാണേണ്ടത്, തിരിച്ചറിയേണ്ടത്. BJP പറയുന്നു കോൺഗ്രസ് മുക്ത ഭാരതം. ഇവിടെ CPMും പറയുന്നത് തന്നെയാണ്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തണം എന്നൊരാശയം ഒരു പാർട്ടി CPM പോലുള്ള പിണറായി CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന് അപമാനമാണ്. ആ ഇടതുപക്ഷ അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ഉൾപ്പെടെ തടസ്സമാവുന്ന ഒരു വാദഗതികളാണ്. അപ്പോൾ BJPയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക എന്നുള്ള ഇതിൻ്റെ ചോദ്യം ഏതോ ഒരു അന്തർധാര എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെയും സ്വർണ്ണക്കടത്ത് കേസിൽ അതുപോലെ കരുവന്നൂർ ഒക്കെ ED വന്നിരുന്നു. ED വന്ന് കുറേ അന്വേഷണം നടത്തി. പക്ഷേ ED ഇപ്പോൾ എവിടെയുണ്ട്? അത് അന്വേഷണമൊക്കെ എവിടെ എത്തി? ഇത് ഈ ഇലക്ഷൻ സമയത്ത് EDയുടെ ഒരു ഭയപ്പെടുത്തുക. കാരണം BJPക്ക് എതിരായിട്ട് ഞങ്ങൾ നിൽക്കുന്നു, BJP CPMുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല എന്ന് കാണിക്കാൻ ഉള്ള ഒരു ED വരവും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് അവസാനിക്കുന്നിടത്തിലേക്കും എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലപ്പുറത്തേക്കൊരു രാഷ്ട്രീയം ഇതിനെ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് BJPക്കെതിരെ സംസാരിക്കാൻ ഇവർക്കൊരു ആയുധം ഇട്ടുകൊടുത്തതാണ് ED എന്നത് മാത്രമാണ് ഞാൻ അതിൽ കാണുന്നൊരു രാഷ്ട്രീയം.